യേശുവിന്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം സാത്താന് അനുവദിക്കപ്പെട്ട ഈ ചെറിയ കാലത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ നോക്കാം. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മളോട് ബാല്യകാലം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വോട്ട് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടോ? ഇത് ചിന്തിക്കാൻ പോലും പലർക്കും ഇഷ്ടമില്ല. കാരണം അത് നമ്മൾ വിശ്വസിച്ചിരുന്ന അടിസ്ഥാന ധാരണകളെ തന്നെ ചോദ്യം ചെയ്യുന്നു. നമ്മൾ വോട്ട് ചെയ്യുന്നു, പക്ഷെ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ? അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുകൾ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചവയാണോ? പലർക്കും തോന്നുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ അനുവദിച്ചിരിക്കുന്നവരിൽ നിന്ന് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഇപ്പോൾ ചിന്തിക്കൂ, വോട്ട് ചെയ്യുന്നത് ഇത്ര ശക്തമായ കാര്യമാണെങ്കിൽ അത് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ ആരും ശ്രമിക്കില്ലേ? വോട്ടുകൾ എണ്ണുന്നത് ആരാണ്? ആ പ്രക്രിയ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇവയെല്ലാം ചോദ്യങ്ങളാണ്, പക്ഷേ അധികം ആളുകൾ ചോദിക്കാത്ത ചോദ്യങ്ങൾ. രാഷ്ട്രീയം പലപ്പോഴും ഒരു നാടകത്തെ പോലെയാണ്. വ്യത്യസ്ത പാർട്ടികൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത വാഗ്ദാനങ്ങൾ. പക്ഷേ അവയുടെ പിന്നിൽ ഒരേ ലക്ഷ്യമാണെങ്കിൽ ജനങ്ങളെ വിഭജിക്കുക, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിയുക. അതുകൊണ്ട് ജനങ്ങൾ തമ്മിൽ പോരാടും, പക്ഷേ അധികാരത്തിലുള്ളവരെ ആരും ചോദ്യം ചെയ്യില്ല. ഇത് വളരെ ബുദ്ധിപരമായ ഒരു തന്ത്രമാണ്. Every kingdom divided against itself is brought to desolation, and a house divided against a house falleth. If Satan also be divided against himself, how shall his kingdom stand? ജനങ്ങളെ തമ്മിൽ തിരിച്ചു നിർത്തിയാൽ അവർ ഒരിക്കലും മുകളിലേക്ക് നോക്കില്ല. അവർ ഒരിക്കലും ചോദ്യം ചെയ്യില്ല, ആരാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുക പോലുമില്ല. ഇത് മനസ്സിലാക്കി തുടങ്ങിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. നിങ്ങൾ വാർത്തകൾ നോക്കുമ്പോൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങും, ഇത് യഥാർത്ഥ അഭിപ്രായ വ്യത്യാസമാണോ, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിച്ച ഒരു വിഭജനമാണോ? കാരണം വിഭജിക്കപ്പെട്ട ജനങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്, ഐക്യമായ ജനങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭയം, കോപം, വിഭജനം ഇവയെല്ലാം ഉപകരണങ്ങളായി രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? ആ വിശ്വാസം എവിടെ നിന്നാണ് വന്നത്? കാരണം നിങ്ങളുടെ ചിന്തകളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്തു, ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുന്നു, അണികൾ ആർപ്പ് വിളിക്കുന്നു. സത്യത്തിൽ ആര് തന്നെ ജയിച്ചാലും സിസ്റ്റം മാറുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ പക്ഷിയുടെ തന്നെ ചിറകുകളും വാലുമാണ്. അതെ, രാഷ്ട്രീയത്തെ നമുക്ക് ഒരു പക്ഷിയോട് ഉപമിക്കാം. നേതാക്കൾ ആ പക്ഷിയുടെ തൂവലുകളും. ഇടതു പക്ഷം ജയിച്ചാലും വലതു പക്ഷം ജയിച്ചാലും ഇനി അഥവാ മറ്റു പാർട്ടികൾ ജയിച്ചാലും സിസ്റ്റം മാറുന്നില്ല. ആ പക്ഷി ഉയർന്നു പറന്ന് തന്റെ ഇരകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇലക്ഷനിൽ ആര് ജയിക്കണം എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടവയാണ്. ചെറിയ പഞ്ചായത്ത് ഇലക്ഷനുകളുടെ കാര്യമല്ല പറഞ്ഞത്. അതിൽ അട്ടിമറിക്ക് സാധ്യത കുറവെന്ന് കരുതാം. കാരണം ഇവ വെറും പ്രഹസനങ്ങൾ മാത്രം. അവരിൽ ആര് തന്നെ അധികാരത്തിൽ വന്നാലും സിസ്റ്റത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ വോട്ടിന് ശക്തിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ടെങ്കിൽ, അധികാരത്തിൽ ഇരിക്കുന്നവരെ എപ്പോൾ വേണമെങ്കിലും താഴെ ഇറക്കാൻ പറ്റണം. അതിന് സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നാം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ച, അതായത് അവർ തന്നെ നമ്മുടെ മുൻപിൽ നിരത്തിയ ഏതാനും വ്യക്തികൾ. അതിൽ ആര് ജയിച്ചാലും സിസ്റ്റം ശക്തമായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലും പ്രധാന നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് സിസ്റ്റം തന്നെയാണ്. അവർക്കെതിരെ നിൽക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെടുകയില്ല. അഥവാ ഒരു നേതാവ് സിസ്റ്റത്തിനെതിരെ തിരിഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യും. ഇക്കാര്യം ചരിത്രത്തിൽ പല ആവർത്തി നാം കണ്ടതാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയെങ്കിൽ എന്തിനാണ് അവർ വോട്ട് ചെയ്യിപ്പിക്കുന്നത്? ഇവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ പ്രധാന കെണി ഒളിച്ചിരിക്കുന്നത്. വോട്ടിങ്ങിലൂടെ തങ്ങൾക്ക് അധികാരമുണ്ടെന്നുള്ള വിശ്വാസം ജനങ്ങളിൽ ഉടലെടുക്കുന്നു. അതുതന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതും. ആയതിനാൽ ജനങ്ങൾ ഒരിക്കലും സിസ്റ്റത്തെ ചോദ്യം ചെയ്യില്ല. എന്നാൽ ഇങ്ങനെ ഒരു ആസൂത്രിത ഭരണമല്ലായിരുന്നെങ്കിൽ സമൂഹത്തിൽ നിന്ന് മറ്റ് ശക്തരായ വ്യക്തികൾ ഉയർന്നു വരികയും രാഷ്ട്രീയ ഭരണകർത്താക്കളുടെ അധികാരം ഇല്ലാതാവുകയും ചെയ്യുമായിരുന്നു. അതിനേക്കാൾ ഉപരി വോട്ടിംഗ് കൊണ്ട് മറ്റൊരു പ്രധാന ഉദ്ദേശമുണ്ട്. അതായത് നിങ്ങളെ ഭരിക്കുവാനുള്ള അധികാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങൾ വോട്ടിങ്ങിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. ഇത് ആത്മീയമായ ഒരു സംഗതിയാണ്. നിങ്ങളുടെ അംഗീകാരമില്ലാതെ നിങ്ങളെ ഭരിക്കുവാൻ ആർക്കും അധികാരമില്ല. നിങ്ങൾ സ്വയമേ അധികാരികൾക്ക് കീഴ്പ്പെടുന്നു, അവരുടെ അടിമയാകുന്നു. വോട്ടിങ്ങിലൂടെ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുവാനുള്ള ചീട്ടിൽ നിങ്ങൾ ഒപ്പുവെക്കുന്നു. 5 വർഷം ഞാൻ ഇടതിന്റെ അടിമയായിരുന്നു, ഇത്തവണ ഞാൻ വലതിന്റെ അടിമയായിക്കൊള്ളാം, അല്ലെങ്കിൽ ഇനി കുറച്ചു കാലം എന്നെ വാല് ഭരിക്കട്ടെ. ഇങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ചിന്തിക്കുന്നത്. ഇനി നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് കരുതുക, എങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കും. എന്നിരുന്നാലും അവർക്ക് നിങ്ങളുടെ മേൽ ആത്മീയ അധികാരം ലഭിക്കുന്നില്ല. ഇക്കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവണമെന്നില്ല. മനുഷ്യൻ സ്വതന്ത്രനാണ്. അവൻ മറ്റു മനുഷ്യരാലും പിശാചിനാലും ഭരിക്കപ്പെടുവാനുള്ളവനല്ല. നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല.
അതുകൊണ്ട് വോട്ടിംഗ് മാത്രം ചെയ്താൽ പോരാ, ചിന്തിക്കണം. നിങ്ങളുടെ മേലുള്ള ആത്മീയ അധികാരം മറ്റൊരാൾക്ക് നൽകിക്കൊണ്ട് ഈ സിസ്റ്റത്തിന്റെ അടിമയാവണോ? ചോദ്യം ചെയ്യണം, അറിയണം. അപ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകൂ.